റെക്കോർഡ് മഴയിലും വെള്ളപ്പൊക്കത്തിലും UAE-യിൽ ഉണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടം. റോഡ്, മെട്രോ, വിമാന സർവീസുകൾ ഇനിയും പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കേരളത്തിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. അതേസമയം മോശം കാലാവസ്ഥ അവസാനിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു. മഴ കുറഞ്ഞിട്ടും UAE-യിലെ വെള്ളക്കെട്ടിനും മഴക്കെടുതികൾക്കും ശമനമില്ല. നൂറുകണക്കിന് കെട്ടിടങ്ങളും ആയിരക്കണക്കിന് വാഹനങ്ങളും ഇപ്പോഴും വെള്ളത്തിലാണ്. വെള്ളം കയറിയതിനാൽ ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളും ദുബായിലെ ചില മെട്രോ സ്റ്റേഷനുകളും അടഞ്ഞുകിടക്കുന്നു. അജുമാനിൽ ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 150 രോഗികളെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റി. ദുബായ്, ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ നിർത്തിവെച്ചതോടെ ആയിരക്കണക്കിന് പേർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻ ഇന്ന് അർദ്ധരാത്രി വരെയുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കി. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ സർവീസുകളും മുടങ്ങി. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി. ഷാർജ, അജുമാൻ, ഫുജൈറ എന്നിവിടങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിഫാമുകൾ നശിച്ചു. ഷാർജയിൽ നിന്നും കൽബയിലേക്കുള്ള റോഡ് പൂർണ്ണമായി തകർന്നു. അലൈൻ, ദുബായ് ഇന്റർനാഷണൽ സിറ്റി, ജബൽ അലി, അജുമാൻ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് കാറുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. കാലാവസ്ഥാ റിപ്പോർട്ടിംഗ് സംവിധാനം നിലവിൽ വന്ന 1949 ശേഷം ആദ്യമായാണ് രാജ്യത്ത് ഇത്രയ്ക്ക് ശക്തമായ മഴ ലഭിക്കുന്നത്. ഇതിങ്ങനെ വണ്ടി ബ്ലോക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത്ര വണ്ടികളും ബ്ലോക്കും റോഡ് ഇതിന് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 33 വർഷത്തിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല. ഫുൾ വെള്ളമാണ്, പാർക്കിംഗ് ഇപ്പോൾ വെള്ളമാണ്, ബാക്കിലെല്ലാം വെള്ളമാണ്, ഫ്ലാറ്റിലെല്ലാം വെള്ളം കയറി. റാസൽ ഖൈമയിൽ ഒഴുക്കിൽപ്പെട്ട് 40 വയസ്സുള്ള സ്വദേശി മരിച്ചു. സർക്കാർ ഓഫീസുകൾക്ക് വെള്ളിയാഴ്ച വരെ റിമോട്ട് വർക്കിംഗ് പ്രഖ്യാപിച്ചു. രാജ്യത്ത് മോശം കാലാവസ്ഥ അവസാനിച്ചതായി രാത്രിയോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.